ഇസ്ലാമികളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആഹാ, അത് തീക്കളി. ഞങ്ങൾ കുറെ കണ്ടതാ, അങ്ങനെ വരട്ടണ്ട. മാപ്പിളാറ് വിളവല്ലേ. പിന്നെ നമ്മളും കുറെ കണ്ടതെന്നായാലേ നമ്മളെ വരട്ടണ്ടങ്ങളെ. കുഴപ്പമുണ്ടാക്കാണ്ട് തിരിച്ചു പോയിക്കോളി ഹാജരെ. അതെന്റെ രൗണ്ടായങ്ങളോട് ഞാനും പറയണത്. മര്യാദക്ക് പോണതാ നല്ലത് ഇവിടുന്ന്. ഓഹോ, ആഹാ, തൈക്കാവിന്റെ മുറ്റത്തൂടെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പ് പോകൂത്രേ. പോണ്ടടാ. മാപ്പിളയും ഓത്തും പള്ളി ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായതാടാ ഭഗവതിയും കാവും. കുത്തി മലത്തടാ എല്ലാത്തിനും. എവര് തമ്മിൽ തല്ലി ചത്ത എന്റെ ബിസിനസ് കുഴയുമല്ലോ കർത്താവേ. നിങ്ങൾക്ക് ചിരിക്കാം, എന്റെ നെഞ്ചെരിയുന്ന എനിക്കേ അറിയാവൂ. അയ്യോ അയ്യോ, ഇവരെന്തിനുള്ള പുറപ്പാടാണ് എന്റെ ദൈവമേ. വന്ന് പിടിച്ചു മാറ്റണ്ട മക്കളെ. ഹിന്ദുക്കളെ മാപ്പിളമാരും തമ്മിൽ തല്ലി ചാകുന്നിടത്ത് നമ്മൾ സത്യക്രിസ്ത്യാനികൾക്ക് എന്തുവാ കാര്യം? എന്റെ അപ്പൻ എന്തിനാ ഇതിനെ കോശാന പെടാൻ പോണേ? ദൈവദോഷം പറയാതെടാ. കാമുണ്ണിനായാലും ഹാജിയായാലും നമുക്ക് അന്യരാണോടാ. അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് പറഞ്ഞ് അവർ ചോര വീഴ്ത്തുന്നത് കണ്ട് നമ്മൾ നോക്കി നിൽക്കാനോ? ചോര അധികമുള്ളത് കുറെ ഒഴുകി റോഡിൽ വീഴട്ടെ, നായ്ക്കള് നക്കിക്കോളും. പുറം ജാതികൾ രക്തം ചൊരിഞ്ഞ് നശിച്ചു വീഴുമെന്ന ന്യായ പ്രമാണത്തില്. അത് വല്ലതും ഈ അപ്പൻ ഓർമ്മയുണ്ടോ? വിവരം കേട്ട അപ്പൻ. എന്റെ കർത്താവേ, നീ അകത്ത് കയറി പോടി.
ജനക്കൂട്ടമാണ്. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാത്ത പക്ഷം ടിയർ ഗ്യാസ് ഉപയോഗിച്ച് നിങ്ങളെ പിരിച്ചുവിടുന്നതായിരിക്കും. നിങ്ങൾ ഉടൻ പിരിഞ്ഞു പോകണം. ഉടൻ പിരിഞ്ഞു പോകണം. ഉടൻ പിരിഞ്ഞു പോകണം. നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ന്യായവിരോധമായ ജനക്കൂട്ടമാണ്. നിങ്ങൾ ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും പിരിഞ്ഞു പോകുന്നില്ല. അതിനാൽ ലാത്തി ഉപയോഗിച്ച് നിങ്ങളെ പിരിച്ചുവിടുന്നതായിരിക്കും. ഉടൻ പിരിഞ്ഞു പോകണം. ഉടൻ പിരിഞ്ഞു പോകണം. ഉടൻ പിരിഞ്ഞു പോകണം. നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലേ, എല്ലാം പാവങ്ങളാ. നമുക്ക് ഓർഡർ കിട്ടാതെ തിരിച്ചു പോകാൻ പറ്റുമോ? കളക്ടർ കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. എന്താവുമോ എന്തോ. ഈ ഡ്യൂട്ടി ഒന്ന് കഴിഞ്ഞിട്ടെങ്കിൽ ഒന്ന് വീട്ടിലോട്ട് പോയിരുന്നു. എനിക്ക് അതിനേക്കാൾ അർജന്റാ. ഭാര്യയുടെ പ്രസവമാണ് ഇന്നോ നാളെയൊന്നും പറഞ്ഞ് നിൽക്കുക. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ 4-5 ഒക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ബി കെയർഫുൾ സാർ. SP ഏത് നിമിഷവും ചെക്കിങ്ങിന് വന്നേക്കാം സാർ. ചെറിയാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നോ? സത്യമായിട്ട് ഉണ്ടായിരുന്നു സാർ. കണ്ടില്ല. നമ്മുടെ 17 പേരെ ആശുപത്രിയിലുള്ളൂ. അവരുടെ 38 പേരുണ്ട്. നമ്മുടെ 10 ആള് പോയി. അവർക്ക് 8 പോയുള്ളൂ. എന്നാലും നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു.
പക്ഷെ പോരാ, ഒപ്പത്തിനൊപ്പം നിൽക്കാനത് മതി. അതല്ല വേണ്ടത്, കടത്തി വെട്ടണം. അതിനുള്ള അടിയും തടയും കയ്യിലുണ്ടാവണം. അല്ല രാവണിയാര്, നമ്മുടെ വാസുമേന്റെ മകനെടുത്തല്ലേ ജയിലില്? ആര്? വിശ്വനാഥനം. അതെ, അവൻ തന്നെ. അവനെ വിടാറായിന്ന് കേൾക്കണല്ലോ. ആ 2-3 ദിവസം വിടുമെന്നാ കേട്ടത്. ആ, അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലാണ്. ബലത്തിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേട്ടാ? അതല്ല ചൂ, അവനാകുമ്പോ കുത്തിയും മലർത്തി നല്ല ശീലമുണ്ട്. മുമ്പിൽ നിർത്തിയാൽ എതിരെ വരുന്നവനൊന്ന് നിൽക്കും. ആ വരട്ടെ.